సని పని దగమ పాప గమ పని ని సాజా పని సరి పమ గగ పాప పమని రే పని మారి ని థ గమ పప మ పని ని పని సరియా പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നും മൈനാകം കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ഒരു കുലമലരിന് ചൊടിതളിലൊരാവേശം മൈനാകും കടലിൽ നിന്നുയരുന്നുവോ ചിറകുള്ള മേഘങ്ങളായി ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ തിരയുന്നുവോ ശിശിരങ്ങൾ അടിപൊളി സോങ് സെലക്ഷൻ. ആദ്യം നല്ലൊരു കാര്യം. ആരെ സെലക്ട് ചെയ്തേ? എല്ലാരും കൂടെ. എങ്ങനെ തോന്നി പാടിയിട്ട്? കൊഴപ്പില്ല. ചോദിക്കാം നമുക്ക്. അനു ചേച്ചി, ധ്രുവ കുട്ടി, എന്തോ ഈ ധ്രുവ ഒരു നക്ഷത്രമാണ്, അറിയാമോ? അറിയാം. നക്ഷത്രത്തിന്റെ പേരല്ലേ? എനിക്ക് തോന്നുന്നു ഈ സൂപ്പർ സ്റ്റാറിന്റെ ഒരു വെരി സ്പെഷ്യൽ നക്ഷത്രമാണ് നമ്മുടെ ഈ ധ്രുവ. അങ്ങനെ എനിക്ക് തോന്നുന്നു.
പാട്ടില് എപ്പോഴും ഒരു തിളക്കം, അത് ഒരു സോൾഫുൾനെസ് നമ്മൾ പറയുമല്ലേ. മോള് എപ്പോൾ പാടിയാലും ഏത് പാട്ട് പാടിയാലും മോൾക്ക് ആ പാട്ടിന്റെ ഒരു ഫീൽ അത് പ്രത്യേകത അത് വരുന്നുണ്ട്. അത് കുറച്ച് ഇവിടെ എവിടെ തെറ്റിയാലും അത് ആ പാട്ടിന്റെ ഫീൽ ഒരുപാട് വരുന്നുണ്ട്. എസ്പെഷ്യലി ഈ അനുപല്ലവി ചരണത്തിന്റെ ആ ലാസ്റ്റ് 3 ലൈൻസിലെ, അയ്യോ ഞാൻ പോയി, ഫ്ലാറ്റായി, അബ്സല്യൂട്ട്ലി പോയി, അന്തം വിട്ടു പോയി. അങ്ങനെ ഒരു രക്ഷയില്ല, അങ്ങനെ പാടി. ആദ്യം പാടിയ സ്വരം അത് എനിക്ക് തോന്നുന്നു എന്തോ തെറ്റിപ്പടിച്ചോന്ന്. ലാസ്റ്റ് അത് ഏതോ സ്വരം ഏതോ നോട്ടായിരുന്നു, പക്ഷെ വേറെന്തോ സ്വരം പറഞ്ഞു. അത് ഓർമ്മയുണ്ടോ അഗ്രഹത്തെ? ഒന്ന് അത് വേണമെങ്കിൽ ഒന്ന് പാടണോ? ചുമ്മാ പാടുമ്പോളെ പനിത ഗമ പാപ്പ ഗമ പനി നി സാ സാ പനി സരി പമ ഗ ഗ മ പ പ മരി നി പനി മാരി നി ധ ഗമ പ പ മ പനി നി പനി സരി ആ. ഇപ്പൊ അത് കറക്റ്റ് ആക്കി. പിന്നെ ഈ ജലതങ്ങൾ പോലെ അല്ലെ, അതൊന്ന് കുറച്ചൊന്ന് ഇവിടെ എവിടെയായി അതെ, 2 പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഓക്കെ റിപ്പീറ്റേഷൻ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ വെയിറ്റ് ചെയ്തു, പക്ഷേ കിട്ടിയില്ല. അതൊന്ന് എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കാൻ ചെയ്തു 3ാമത് ജലദോഷം കൂടെ ഉണ്ടോ. അപ്പൊ ഈ മനുഷ്യൻ ജലദോഷം പിടിച്ചിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ഒരു പ്രാവശ്യം എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. പ്ലീസ് ചേർത്തേട്ടാ. ഓക്കെ പ്ലീസ് ഒന്ന് ജലതങ്ങൾ പാടിത്തരൂ. പാടിത്തരും. വിധി കാത്തു നിൽക്കും ജലതങ്ങൾ പോലെ. അത് കുറച്ച് അത് സംഗതി ഒന്ന് റിലാക്സ്. ജലതങ്ങൾ പോലെ ഓക്കെ മഴനീർ കണമായി താഴത്തു വീഴാം. വിധി കാത്തു നിൽക്കും ജലതങ്ങൾ. അത് എങ്ങനെയാണ് ജലതങ്ങൾ പോലെ, അതാണോ? ജലതങ്ങൾ പോലെ കൊള്ളല്ലേ? ഇച്ചിരി സ്ട്രെയിൻ ഉണ്ടാ മുകളിൽ, അതാണ്. അത് കുഴപ്പമില്ല. പക്ഷെ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് പിടിച്ച് പാടുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും എന്റെ ജീവന് പോയ ലൈൻ ആ ലാസ്റ്റ് 3 ലൈൻസ് ആണ്. അത് വീണ്ടും എനിക്ക് കേൾക്കുന്ന ഒരു കൊതി വരുന്നു. അനാവശ്യ സമയത്ത് കൊതി വരുന്നു. പ്ലീസ് അനുപല്ലവിയില് പാടിയാലും കൊള്ളാം, ഏത് പാടിയാലും വാത്മീകമെന്നും വളരുന്നു പടരുന്നു തകരുന്നു ഞൊടിയിടയ്ക്കകമെന്നും. ഇവിടെ ഏത് ഉറക്കത്തിലും പാടാൻ പറഞ്ഞാലും അവള് പാടാത്ത കുഞ്ഞിന്. അതിങ്ങനെ ഒരു ആണി വെച്ച് അടിക്കുന്ന നെയിൽഡ് കംപ്ലീറ്റ് നെയിലിംഗ് ഓഫ് ദാറ്റ് സംഗതി. ആണി വെച്ച് അടിച്ചങ്ങ് മുറിച്ച്. അപ്പൊ ഞാനപ്പൊ ധ്രുവന്റെ ഫാനായി. അതിന് വെച്ച അയ്യോ സത്യമാണ് കേട്ടോ. അനു ഇവിടെ അത് ഭയങ്കര പാടായിരുന്നു. ഐ ഫെൽറ്റ് സോ ഹാപ്പി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു മോളെ. താങ്ക് യു ചേച്ചി. ഷാനിക്ക മുത്തേ, എന്താ പെർഫെക്റ്റ് സോങ് സെലക്ഷൻ ആട്ടോ. മോളുടെ വോയിസും ഈ പാട്ടും ഇങ്ങനെയാണ് പോണേ, ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ടാണ് പോണേ. ആ ഒരു നൊസ്റ്റാൾജിക് ബ്യൂട്ടി ഉണ്ട് മോളുടെ വോയിസിന്. ഭയങ്കര രസമുണ്ടായിരുന്നു ഇത് പാടുന്നത് കേൾക്കാൻ. ഒരു ഹിന്ദി ഫ്ലേവർ ഉള്ള ഒരു കമ്പോസിഷൻ ആണ് അത്. എന്താ പറയാ, ആ ഒരു 70s ഒരു ഹിന്ദി ഒക്കെ നോക്കുമ്പോ അത് ഏകദേശം ആ ഒരു ബർമൻ സാറിന്റെ ഒക്കെ ഒരു അതായിരുന്നു ഗോൾഡൻ പീരീഡ്. അതെ, ഇത് സാർ, മദൻ മോഹൻ. അയ്യോ പറയാതിരിക്കാൻ വയ്യ. മോള് നന്നായിട്ട് പാടി. എനിക്കും ആ ജലതങ്ങൾ മാത്രം ആണ് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ തോന്നിയത്. പക്ഷേ അപ്പൊ എനിക്ക് ഞാൻ വിചാരിച്ചപ്പോ ഓക്കെ ജലതങ്ങൾ കിട്ടിയില്ല, അപ്പൊ മിക്കവാറും മറ്റേ ഞൊടിയിട അവിടെ ചെന്ന മിക്കവാറും അതും പൊളിക്കുമായിരിക്കും. പക്ഷെ ആസാദിയായിരുന്നു മോളെ, അത് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഫീല്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മിക്കവാറും ഇത് പ്രോഗ്രസീവ് ആയിരിക്കും, അവൾ നോക്കിയായി വരുന്നുണ്ട്. ചരണത്തിലുള്ള നമ്മുടെ വനഭൂമി തോറും പരതുന്നു. അപ്പൊ ആ പരതുന്നു മിക്കവാറും അവള് ശരിയാക്കുമായിരിക്കും. അത് പരതിയിട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചാ പിന്നെ റിപ്പീറ്റ് വരുമ്പോൾ ശരിയാക്കും, അവിടെ അത് ശരിയാക്കും.
പക്ഷേ അവൾ പരുതിക്കൊണ്ടേയിരുന്നു. കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അവസാനത്തെ ചൊടി ഇതളിൽ വരുമ്പോഴേക്കും എനിക്കറിയാം അത് കൊളാവായിരിക്കും. അത് അവൾ അടിച്ചു പൊളിച്ചു പാടി. എന്താണ് ധ്രുവ ഇങ്ങനെയൊക്കെ? ഓക്കെ, സ്വരങ്ങള് മീൻസ് നോട്ട്സ് കാര്യങ്ങളൊക്കെ, പക്ഷെ അതിന്റെ ഒക്കെ അപ്പുറത്തൊരു സാധനം, അതൊക്കെ മേലെ സോൾ എന്ന് പറയുന്ന ഒരു സംഭവം, അത് നമുക്ക് നമ്മളിലേക്ക് കിട്ടി. ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ശരത് സർ. സാഡ് ന്യൂസ് മക്കളെ, ബ്യൂട്ടിഫുൾ സോങ് സെലക്ഷൻ. അത് ഷാൻ പറഞ്ഞ ഞാൻ കട എടുക്കാം. മക്കൾക്ക് വേണ്ടി ശ്യാം സാർ ഉണ്ടാക്കിയ പാട്ട് പോലും കേട്ടോ. സാറിന് കുറെ ഇഷ്ടപ്പെടും. പിന്നെ കുഞ്ഞു വന്ന് പാടുന്ന കാണാനും അത് കേൾക്കാനും ഒക്കെ ഒരു ചന്തമാണ്. മോളെ ആലാപ്പിന്റെ എൻ്റെ ഒന്ന് പാടുമോ? ആ അനൂപ്, why man? You are killing. ഇവന്റെ വക ചില കോഡ് പ്രോഗ്രഷൻ. അതെ, ആ കടലിൽ അതൊന്ന് പാടാമോ മോളെ? ആ എപ്പോഴും ആ കടലിൽ നല്ല സുഖമായിക്കോട്ടെ. ആ ഒന്നുകൂടെ കടലിൽ ഓക്കെ മോളെ. അത് അതുപോലെ ഈ ചിറകുള്ള അതെല്ലാം മറ്റേത് തന്നെ. അവിടെ ഒരു ഒടിവ് സംഗതിയാണ്. അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ട്. ഗുഡ് മോളെ, ഗുഡ് ഷോ. അതുപോലെ ഈ മഴനീറല്ലേ? മക്കളെ മിഴിനീർ എന്ന് എഴുതി തന്നേക്കുന്ന ഞങ്ങൾക്ക്. പിന്നെ വൈ ആർ യു കൺഫ്യൂസിങ് us? സിംഗിങ് സംതിങ്. അല്ല, ചിലപ്പോ ഇങ്ങനെ പാടുമ്പോ ശരത്തേട്ടൻ ഇത്രയും പറയുമല്ലേ, അപ്പൊ അത് മിഴിനീരായി പോന്നു. അത് അങ്ങനെ ഒരു യൂഹിച്ചു. കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ ഇതിനെ. അല്ല, ഓരോന്ന് പറയുമ്പോ ഒരു നിലവാരം കുറഞ്ഞു ഞാൻ തന്നെ ഏറ്റവും ഒരു ലോ ക്ലാസ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ അപ്പുറത്തെ ഒരു സാധനം ഞങ്ങൾ സഹിക്കത്തില്ല. വന്നടേ നമ്മൾ എന്താ പറഞ്ഞ, ചേച്ചി വയ്യ ട്രാക്കിലേക്ക് എത്തുന്നു പറഞ്ഞില്ലേ? ഇതാണോ വേണമായിരുന്നു. ജസ്റ്റ് ഞാൻ ഇപ്പൊ തന്നെ ഫോമിൽ എത്തിയിട്ടുണ്ട്. മോളെ അതിന് പറഞ്ഞത് കൊള്ളാം കേട്ടോ. ഇറ്റ്സ് നൈസ്. നമുക്ക് ആ മിഴിനീർ എനിക്കാ വന്നത്, അതേ ഉള്ളൂ. ആ ജോക്ക് കേട്ട്. പിന്നെ മോളെ ഈ ചരണത്തിന്റെ എൻഡ് ലൈൻ ബ്യൂട്ടിഫുൾ ആയിരുന്നടാ. അസാധ്യം. അത്രയാണ് മക്കളെ. എന്തൊക്കെയാലും നല്ലൊരു പാട്ട്. കുഞ്ഞ് നന്നായിട്ട് തന്നെ പാടി. ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈനർ കറക്ഷൻസ് മക്കൾ ചെയ്തോളൂ ഇൻ ഫ്യൂച്ചർ കേട്ടോ. ഷാനിക. മുത്തേ എന്തോ 9. താങ്ക് യു ഷാനിക. ശരത് സർ. മുത്തേ എന്തോ 8.9. താങ്ക് യു സർ. Okay, so total 17.9. All the best. Thank you.